നമസ്കാരം. 40 കഴിഞ്ഞ സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇത് പലപ്പോഴും നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ അത് സർവ്വസാധാരണമാണ്. അതുപോലെ പ്രായമാകുക എന്നുള്ളത് ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമൊന്നും അല്ല എങ്കിൽ പോലും ഇത് ചില സമയങ്ങളിൽ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ 40ൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ചില സൗന്ദര്യ പ്രശ്നങ്ങൾ കാണപ്പെടാം. അല്ലെങ്കിൽ മുഖത്ത് കൂടുതൽ ചുളിവുകളും ബുദ്ധിമുട്ടുകളൊക്കെ കാണപ്പെടാം. ചില ഡാർക്ക് സ്പോട്ടുകൾ, ഏജിങ് സ്പോട്ടുകൾ, അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസിനെ വരെ ബാധിക്കാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ചില വൈറ്റമിനുകളുടെ കുറവ് കൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരാം. വൈറ്റമിൻ എ, ബി, സി, ഇ, കെ തുടങ്ങിയിട്ടുള്ള ഒരുപാടേറെ വൈറ്റമിന് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത് പലപ്പോഴും കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് ഞാൻ സൗന്ദര്യ പ്രശ്നം എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. നമുക്ക് മസിൽ പെയിനായിട്ടും അല്ലെങ്കിൽ മസിലൊക്കെ തന്നെ ലൂസായിട്ട് അതിൻ്റെ ആ ഒരു മാസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. ആർത്രൈറ്റിക് ഇഷ്യൂസ് കാണാൻ പറ്റും. സ്റ്റൊമക്കിന്, പാൻക്രിയാസിന്, ലിവറിന്, മെൻ്റൽ ഹെൽത്ത് ഇതെല്ലാം തന്നെ വീക്കായിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ തന്നെ ഒന്ന് നികത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല മെൻ്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിരിച്ചു പിടിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. വൈറ്റമിൻ എ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ്. ഇത് നമുക്കറിയാം പ്രായമാവുന്നതിനനുസരിച്ച് നമ്മുടെ കൊളാജൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നുണ്ട്, അല്ലെങ്കിൽ സ്കിന്നിൽ ചുളിവുകൾ വരുന്നത് സാധാരണമാണ് എന്നൊക്കെ. എങ്കിലും നമ്മൾ ഈ കൊളാജൻ്റെ പ്രൊഡക്ഷൻ കുറയാതെ ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം വരാൻ പറ്റും. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഇത്തരം വൈറ്റമിൻസുകൾ സഹായിക്കും. പിന്നെ രാത്രിയിൽ മുൻപ് കണ്ടിരുന്ന പോലെയല്ലാതെ നമ്മുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ രാത്രി കാഴ്ച വളരെ കുറഞ്ഞതുപോലെയൊക്കെ തന്നെ കാണപ്പെടാം. അപ്പോൾ ഇതിനൊക്കെ വൈറ്റമിൻ എക്ക് ഒരു പങ്കുണ്ട് കേട്ടോ. അപ്പോൾ ഈ വൈറ്റമിൻ ഇ ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ എ തന്നെയാണ് നമ്മുടെ ആൻറ്റി ഏജിങ്ങിന് സഹായിക്കുന്ന വൈറ്റമിൻ. അപ്പോൾ ഇത് കുറയും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ നമ്മളിത് കൂട്ടാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. പിന്നെ ഏത് സപ്ലിമെൻറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിലും സ്വയം തിരഞ്ഞെടുക്കരുത്. ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ചില വൈറ്റമിനുകൾ നമുക്ക് മറ്റുള്ളതിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നു എന്നുള്ളതൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഡയറക്റ്റ് കൺസൾട്ടേഷൻ ആവശ്യമായിട്ട് വരും. ഇനി വൈറ്റമിൻ എ കിട്ടാൻ വേണ്ടിയിട്ടായാലും നമുക്ക് ഓർഗൻ മീറ്റ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ്റെയോ മട്ടൻ്റെയോ ഒക്കെ ലിവർ കഴിക്കുന്നത് നല്ലതാണ്. എപ്പോഴും ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം നോൺ വെജിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട്. കഴിച്ചാൽ വയറ് ബുദ്ധിമുട്ടാണ് എന്നുള്ളതൊക്കെ. പക്ഷേ എല്ലാം മിതമായിട്ട് കഴിക്കുന്നത് ഒരുപാടേറെ ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഒമേഗ 3 നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും സെപ്പറേറ്റ് തന്നെ നമുക്കിത് വിപണിയിലൊക്കെ നോക്കി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൽ 7Cയുടെ വൈറ്റമിൻ ഒമേഗ 3 ആണ് എനിക്ക് പേഴ്സണലി ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള. പ്രൊമോഷനൊന്നുമല്ല, ഉപയോഗിക്കുന്നത് ഒരു സജഷൻ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് ഒരുപാടേറെ വ്യത്യാസം, അതിപ്പം ഹെയറിലായാലും സ്കിന്നിലായാലും നമ്മുടെ വൈറ്റൽ ഓർഗൻസിനായാലും ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ പ്രവർത്തനം. വൈറ്റമിൻ ഇ ചിലർക്ക് നെർവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കാണപ്പെടാം. നെർവ് വീക്കായി പോകുന്ന സന്ദർഭങ്ങളിൽ ഒരുപാടേറെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ തന്നെ വൈറ്റമിൻ ഇ സപ്ലിമെൻ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. വൈറ്റമിൻ ഇ ഫേസിലേക്കും ഹെയറിലൊന്നും അപ്ലൈ ചെയ്യാനുള്ളത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ മെയിൻ ആക്ഷൻസ് ഒരുപാട് നമുക്ക് ആരോഗ്യ ഗുണങ്ങൾ കൂടെയുണ്ട്. മുൻപ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് വൈറ്റമിൻ സി എന്നുള്ളത്. ഈ വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് സ്കിന്നിനെയൊക്കെ തന്നെ എന്നും യൂത്ത്ഫുൾ ആയിട്ട് ഇരുത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഈ പ്രായങ്ങളിൽ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിക്കുന്നത് ഇത്തരം ഡയറ്ററി ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുന്നത് ഇതുപോലെ നമ്മുടെ കൊളാജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനായാലും ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഗുണങ്ങൾ കൂടെ, ഫ്രീ റാഡിക്കൽസിൻ്റെയൊക്കെ പ്രവർത്തനത്തിനെ കുറയ്ക്കുന്ന രീതിയിലാണ് ആൻറ്റി ഓക്സിഡൻസുകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നിറമുള്ള പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പുളി രസമുള്ള മധുര നാരങ്ങ പോലുള്ള കാര്യങ്ങളും ഓറഞ്ച് അല്ലെങ്കിൽ ബെറീസ് ഇതൊക്കെ ഉൾപ്പെടുത്താം. പിന്നെ നമുക്കറിയാലോ ഇലവർഗ്ഗങ്ങളിലും ഒക്കെ തന്നെ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിവാക്കാൻ
പാടില്ലാത്ത കാര്യങ്ങളാണ് ഇത്തരം ഇലക്കറികൾ. ഇതൊന്നും തന്നെ നമ്മൾ എപ്പോഴും പറയും ബ്രക്കോളിയിലൊക്കെ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇനി അതൊന്നും നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സാധാരണ ഇലക്കറികൾ, നമുക്ക് ചുറ്റുമുള്ള എത്രയോ ഇലക്കറികളെ നമ്മൾ ഒഴിവാക്കി പോകുന്നുണ്ട്. ഇതിപ്പം മുരിങ്ങ, ചീര പോലുള്ള കാര്യങ്ങൾ മാത്രമല്ല, തഴുതാമ, ഗോതുകോല, കുടങ്ങൽ, ഇതൊക്കെ വെച്ച് നമുക്ക് ചമ്മന്തിയായിട്ടോ ചട്നിയായിട്ടോ ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഔഷധങ്ങളെ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം തന്നെ ഇത്തരം വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യം അറിയണ്ടല്ലോ. ആൽക്കലൈൻ കണ്ടന്റ് ആയിട്ടുള്ള ഇത്തരം ഫ്രൂട്ട്സുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ pH നെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ടും ആൻറ്റി ഓക്സിഡൻസുകൾ ധാരാളം ഉള്ളത് കൊണ്ടും എപ്പോഴും തന്നെ നമുക്ക് ആ ഒരു യൂത്ത്ഫുൾ ആയിട്ട് ഇരുത്താൻ വേണ്ടി ഇത് സഹായിക്കും. പിന്നെ വൈറ്റമിൻ ഡി എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നവർക്കറിയാം, ഭൂരിഭാഗം ആളുകളിലും ഇത് വളരെ കുറവായിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മുട്ടുവേദന പോലുള്ള പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും മുടി കൊഴിച്ചിലും മുഖത്ത് ചുളിവുകൾ വരുന്നതും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ അധികമായിട്ട് വരും. കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിനെയൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായാലും നമ്മുടെ നഖം, മുടി, സ്കിന്ന് ഇതൊക്കെ തന്നെ വളരെ ഹെൽത്തി ആക്കി വെക്കാനൊക്കെ തന്നെ വൈറ്റമിൻ B12 ഒരു പ്രത്യേക പങ്കുണ്ട് കേട്ടോ. ഉറക്കക്കുറവ്, മസിൽ ക്രാമ്പ്, ഹൈ BP, അതുപോലെ തന്നെ ആങ്ഷൈറ്റി, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാഗ്നീഷ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റും അതുപോലെ തന്നെ ഫിസിക്കൽ വർക്കൗട്ടുകളും ഒക്കെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് ഇതുപോലെ നമ്മുടെ മസിൽസിനെയൊക്കെ തന്നെ ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സർക്കുലേഷനൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഏജിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. പ്രായമായില്ലേ, ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മോയ്സ്ചറൈസറും സൺക്രീമും ഒക്കെ തന്നെ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കുള്ളതാണ് എന്നൊക്കെ പറയുന്നവർ കൂടുതൽ പേരുണ്ട്. അല്ലാട്ടോ, നിങ്ങൾക്ക് ഈ ഒരു ഏജിങ് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻ ഒക്കെ തന്നെ പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതൽ ഈ ഒരു 40 കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സൺലൈറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് സൺക്രീം അപ്ലൈ ചെയ്യാനും മുഖത്ത് ആ ഒരു ക്ലെൻസ് ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ടും ഫേസ് വാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഫേസ് വാഷ് പൗഡർ ആയിട്ടോ ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് മോയ്സ്ചറൈസർ, ഏതെങ്കിലും നമ്മുടെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കാം. പിന്നെ കെമിക്കൽ അടങ്ങിയിട്ടുള്ള അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും നമ്മുടെ സ്കിന്നിനും അതുപോലെ ഇന്റേണൽ ഓർഗൻസിനും ഒക്കെ തന്നെ നല്ലത്. ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉള്ളതുകൊണ്ട് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ത്രിഫല, അശ്വഗന്ധ, ചവനപ്രാശം, അതുപോലെ നെല്ലിക്കപ്പൊടി അല്ലെങ്കിൽ ഇരട്ടി മധുരത്തിൻ്റെ പൊടി, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ. ഉള്ളിലേക്ക് എടുക്കാനായാലും ത്രിബലയൊക്കെ തന്നെ നമ്മുടെ മെറ്റബോളിസത്തിനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് കൊണ്ട് രാത്രി കിടക്കുന്നതിന് മുൻപ് 1 ടീസ്പൂണ് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കുടിച്ചിട്ട് കിടന്നു നോക്കൂ. നല്ലൊരു വയറിനും വളരെ സുഗമമായിട്ടുള്ളതായിരിക്കും. ഡൈജഷൻ നോർമലായിട്ട് നടക്കാനും മലബന്ധം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഇത് സഹായിക്കും. അതുപോലെ ഇതൊരു രസായന ആക്ഷനും കൂടെ ഉള്ളതാണ്. എന്ന് വെച്ചാൽ ആൻറ്റി ഏജിങ് ആയിട്ടുള്ള റെജുവനേഷൻ തെറാപ്പിയിൽ വരുന്നതാണ് ത്രിഫല എന്നുള്ളത്. അതുപോലെ അശ്വഗന്ധ ഒരുപാടേറെ അസുഖങ്ങൾക്കുള്ള ഒരു മാർഗം കൂടെയാണ്, അതിനൊരു പരിഹാര മാർഗം കൂടെയാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കഴിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും കാൽസ്യത്തിൻ്റെ കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ അല്പം പാലിൽ മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കൂ. നല്ല ഉറക്കം കിട്ടാനും നല്ല രീതിയിലുള്ള ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനും കൂടെ അത് സഹായിക്കും. അഭ്യംഗ, സ്വേദന, പിണ്ടസ്വേദ, ശിരോധാര, സർവാംഗധാര, സ്ഥാനിക വസ്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ദേഹത്ത് ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നതും അല്ലെങ്കിൽ ചില മസിൽ ക്രാംസ് വരുന്നതും ഉറക്കക്കുറവ് വരുന്നത്, നെർവ് ഇഷ്യൂസ് വരുന്നത്, ഇങ്ങനെ ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു കാലം കൂടെയാണല്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപാടേറെ പഞ്ചകർമ്മ ചികിത്സകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതായത് ഒരു വർഷകാലം മാറി അല്ലെങ്കിൽ ഒരു സമ്മർ സീസൺ മാറി മറ്റൊരു സീസൺ വരുന്നതിന് മുൻപേ ആയിട്ട് ഇങ്ങനെയുള്ള ഓരോ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. മൊത്തത്തിലുള്ള ഒരു ഡീടോക്സിഫിക്കേഷൻ മെത്തേഡാണ് ഇതൊക്കെ തന്നെ. അതുപോലെ ചില രസായന ആക്ഷനുള്ള കുറച്ച് മരുന്ന് കൂടെ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. അശ്വഗന്ധ രസായന, അഗസ്ത്യഹരിതകി രസായന, ബ്രഹ്മി രസായന, പിപ്പലി രസായന, മധുസ്നൂഹി രസായന തുടങ്ങിയിട്ടുള്ള ചവനപ്രാശ്, നാരസിംഹ രസായന, കൂഷ്മാണ്ഡ രസായന, ഇങ്ങനെ ഒരുപാടേറെ രസായന ഇത് ജലചികിത്സയിൽ വരുന്നതാണ്. മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഹെൽത്തും ഒക്കെ തന്നെ നമ്മുടെ ബ്യൂട്ടിയിൽ നമുക്ക് പ്രതിഫലിച്ച് കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും തന്നെ ബ്യൂട്ടി എന്നുള്ളത് നമ്മുടെ ഇന്നർ പീസാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനെ ഒന്നും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഫിസിക്കലായിട്ട് ഒരുപാട് എക്സസൈസുകളൊക്കെ ഫോളോ ചെയ്യുന്നതും ബ്രീത്തിങ് എക്സസൈസുകൾ ഫോളോ ചെയ്യുന്നതും
ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. പിന്നും ഹെയറും ഒക്കെ തന്നെ ചെറുപ്പമാക്കി ഇരുത്താൻ ശ്രമിക്കുന്നതിന് കൂടെ നമ്മുടെ മനസ്സിനെയും കൂടെ ഒന്ന് ചെറുപ്പമാക്കി ഇരുത്താൻ നമുക്ക് ശ്രമിക്കാം കേട്ടോ. ആരോഗ്യ സംരക്ഷണത്തിലൊക്കെ തന്നെ ഒരു ലഹരി കണ്ടെത്തി കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള സ്പോർട്സിലായാലും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ കായികമായിട്ടുള്ള കാര്യങ്ങളിലായാലും അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചായാലും നമ്മുടെ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ചായാലും ഒക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിലൊരു ലഹരി കണ്ടെത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ദോഷമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള മറ്റൊരു ലഹരിക്കും നമ്മുടെ വരുന്ന തലമുറയൊന്നും അടിമപ്പെടാതിരിക്കാൻ സഹായിക്കും. അതിന് നമ്മൾ മുതിർന്ന ആളുകൾ ഇതുപോലെ ഫോളോ ചെയ്യുന്നത് കണ്ടിട്ട് അവർക്കും കൂടെ നമുക്കും കൂടെ ഒരു മാതൃകയായി മാറാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം.